ഈ വർഷം ഹജ്ജ് ചെയ്യാനായിട്ട് മക്കയിലെത്തിയ ഹാജിമാരുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ, വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി മക്കയിൽ എത്തുന്നത് വരെയുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവരുടെ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് അവരുടെ ലൊക്കേഷൻസ്, അതായത് മക്കയിൽ അവരുടെ താമസസ്ഥലം എവിടെയാണ്, മിനയിലെ താമസസ്ഥലം എവിടെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ KMCC ഒരുക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനായിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലുള്ള ഫോണ് ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറോ, ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറോ തുറന്നതിന് ശേഷം സെർച്ച് ബട്ടണിൽ KMCC ഹജ്ജ് ഗൈഡ് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 2 ആപ്പ് തുറന്നു വരുന്നതാണ്. ഇതിൽ പഴയ ആപ്പ് ഇതിൽ KMCC ഹജ്ജ് സെല്ല് എന്നുള്ളത് പഴയതാണ്, അതല്ല KMCC ഹജ്ജ് ഗൈഡ് എന്നുള്ള ആപ്പാണ് തുറക്കേണ്ടത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഉറപ്പ് വരുത്താനായിട്ട് ഇതിൻ്റെ ലോഗോയിൽ KMCC സെൻട്രൽ കമ്മിറ്റി എന്നുള്ള മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് കാണാം. ആ ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നേരെ തുറന്ന് വരുമ്പോൾ ഓപ്പൺ ആക്കിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ആദ്യം ഉള്ളതെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം പിന്നെ ഓരോന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബിൽഡിംഗ് ലൊക്കേഷൻസ് അസീസിയ, മിന, അറഫ ബ്രാഞ്ച് ഓഫീസ്, ഇത്രയും ബിൽഡിംഗ് ലൊക്കേഷൻസും, അതേപോലെ തന്നെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ്, അതേപോലെ അടുത്തത് പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് റൂം നമ്പർ ഫൈൻഡ് ചെയ്യുന്നത്, അടുത്തത് ഹെൽപ്പ് ലൈന്, മീഡിയ വിങ്, വീൽ ചെയർ, മീഡിയ വിങ്, മെഡിക്കൽ, വുമൺ വിങ്ങും ലഗേജ് വിങ്ങും, ഇത്രയും ആൾക്കാരെ കോൺടാക്ട്സ്, ഇത്രയും കമ്മിറ്റിയിലുള്ള ആൾക്കാരെ കോൺടാക്ട്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ബസ് സ്റ്റോപ്പ്, ഹോസ്പിറ്റൽ, ഇതിൻ്റെ 2 ലൊക്കേഷൻസ്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഉപകാരമാവുന്നു, അത് പെട്ടെന്ന് ഇത് ഈസി ആയിട്ട്, എത്രത്തോളം ഈസി ആയിട്ടാണ് ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള സംഗതിയാണ്. അതായത് ഉദാഹരണത്തിന് എൻ്റെ കുടുംബക്കാർ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്നുണ്ട്, പക്ഷേ അവരെ പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ കവർ നമ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എന്നിരിക്കെ എനിക്ക് കിട്ടേണ്ടത് അവരുടെ ഫ്ലൈറ്റ് നമ്പർ എത്രയാണ്, സൗദിയിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഫ്ലൈറ്റ് നമ്പർ ഏതാണ്, ഏത് ഡേറ്റിനാണ് അറൈവലും ഡിപ്പാർച്ചറും കൊടുത്തിട്ടുള്ളത്, അതേപോലെ അവരുടെ സ്റ്റാറ്റസ് എന്താണ്, നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തത് മുതൽ തിരിച്ച് ഇവിടെ മക്കയിൽ എത്തുന്നത് വരെയുള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളൂ. പിന്നെ മാത്രമല്ല എനിക്ക് അവരുടെ ബിൽഡിംഗ് നമ്പർ, അവർ താമസിക്കുന്ന ബിൽഡിംഗ് നമ്പർ, ആ ബിൽഡിംഗ് നമ്പർ ലൊക്കേഷൻ, അതിൽ റൂമിൻ്റെ ലൊക്കേഷൻ, മാത്രമല്ല അവർ റൂമിൽ നിന്ന് ഹറമിലേക്ക് പോകുന്ന ബസ് നമ്പർ ഏതാണ്, അതേപോലെ ഹറമിൽ ബസ് നമ്പർ ഏത് ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് നിർത്തുന്നത്, ആ നിർത്തുന്നതിൻ്റെ ലൊക്കേഷൻ, ഇത്രയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് റൂം ബൈ പാസ്പോർട്ട് എന്നുള്ള ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള സൈറ്റിലേക്കാണ് പോവുക. അതിൽ എൻ്റർ പാസ്പോർട്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് ഒന്നുകിൽ പാസ്പോർട്ട് നമ്പറോ അല്ലെങ്കിൽ കവർ നമ്പറോ അടിച്ചു കൊടുക്കുക. എൻ്റെ കുടുംബക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു പാസ്പോർട്ടിൻ്റെ കവർ നമ്പർ ഞാൻ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. KLWM 6528. ഈ 6528 എന്നുള്ള ഭാഗത്ത് 6 അക്കം കാണാം, പക്ഷേ 6 അക്കം അടിക്കേണ്ടതില്ല, 4 അക്കം അടിക്കേണ്ടത്. 6 അക്കം അടിച്ചു കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. 4 അക്കം അടിക്കുക. അതിൻ്റെ താഴത്തുള്ള ഈ ബ്ലാക്ക് ഇതിൽ കാണുന്ന സെക്യൂരിറ്റി കോഡ് അടിക്കുക 144 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ സെർച്ച് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഡീറ്റെയിൽസ് തുറന്നു വരും. ആ സമയത്ത് എന്തൊക്കെ ഇവിടെ തുറന്നു വരുന്നത് കാണാം. പാസ്പോർട്ട് നമ്പർ, കവർ നമ്പർ, അടുത്ത അവരുടെ പേര്, പിന്നെ അവർ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വന്നിട്ടുള്ള ഫ്ലൈറ്റും ഇറങ്ങിയിട്ടുള്ള ഡേറ്റും, അതേപോലെ ലൊക്കേഷൻസ്, മക്കയിലെ ലൊക്കേഷനാണ് അസീസിയ. അതേപോലെ തിരിച്ച് അവർ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഡേറ്റുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് മക്കയിലെ ബിൽഡിങ്ങിൻ്റെ നമ്പർ, അതേപോലെ തന്നെ റൂമിൻ്റെ നമ്പർ, ഈ 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കിട്ടി. ഇനി അടുത്തത് റൂമിൻ്റെ നമ്പറും ബിൽഡിംഗ് നമ്പറും എനിക്ക് കിട്ടി. 179 ബിൽഡിങ്ങിൽ 332 റൂമിലാണ് അവർ താമസിക്കുന്നത്. ഇനി അവരുടെ അസീസിയയിലെ റൂമിൻ്റെ ലൊക്കേഷൻ നോക്കാനായിട്ട് അസീസിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അസീസിയ ബിൽഡിംഗ് നമ്പർ 1 മുതൽ അങ്ങനെ വന്നിട്ട് ഏകദേശം 599 ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻസ് വരെ ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബക്കാരെ സെർച്ച് ചെയ്യാനായിട്ട് 179 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിൽഡിംഗ് നമ്പർ 179 ഇവിടെ വന്നത് കാണാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നേരെ ഗൂഗിൾ മാപ്പിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.